മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഒന്നും കാണിച്ചു തരാമെന്ന് കരുതി പരക്കം പായണ ഡേ മൈ ലൈഫാട്ടോ. ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ ഇജാതി ഡേ മൈ ലൈഫ് എടുത്തിട്ടില്ല കേട്ടോ മക്കളെ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് എണ്ണയൊക്കെ പാക്ക് ചെയ്യാണ്ടായിന്. ബൺസുകളൊന്നും ഇന്ന് പോരൂല കേട്ടോ, ഒക്കെ നാളെ പോരുള്ളൂ. ഇന്നിപ്പോൾ എണ്ണ കുറച്ച് പോരും. അപ്പോൾ അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാക്ക വിളിച്ചു പറഞ്ഞിരുന്നേ, ഒരു പത്തണീച്ച വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരുടെ ബുദ്ധിമുട്ടാണ്, കുറച്ച് തിരക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊന്ന് അവിടെ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ 2-3 ദിവസമൊക്കെ ഒക്കെ പെൻഡിങ് ആയിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇന്ന് 10 വിടും, നാളെ 10 വിടും, അങ്ങനെയാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 15 പാക്ക് ചെയ്തിട്ടുണ്ട്. 10 പറയുമ്പോൾ ഒരു 15 ഞാൻ കൊണ്ടേ വെക്കലുണ്ട് കേട്ടോ. കിട്ടിയിട്ട് മെസ്സേജ് തന്നുകൊണ്ട് ബേജാറാവൊന്നും വേണ്ട, സാധനമൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് വ്ളോഗ് ചെയ്യണതല്ലേ. അപ്പോൾ എന്തിനില്ല എണ്ണയെന്നായിരിക്കൂലേ അത്. മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന്, അകാലനര, മുടി അടിപൊളിയായി വളരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എണ്ണ കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കണ നാച്ചുറൽ എണ്ണ, ഒരു കെമിക്കലും ഉപയോഗിക്കാത്ത. നമ്മളെ മക്കൾക്ക്, എൻ്റെ പരസ്യൻ്റെ മക്കളും ഞാനൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഓൽക്കും വേണ്ടിക്കാണ്ട് ഉണ്ടാക്കിയ എണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ ഫലം കണ്ടപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ. അപ്പോൾ ഇന്ന് ധൃതി പിടിച്ച ഡേ മൈ ലൈഫാണ്. ഇന്നിപ്പോൾ വെജ് കേട്ടോ മക്കളെ. നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വല്ലാത്തൊരു പൊറുതിയാട്. 2-3 ദിവസമായി. ഇന്നലെ ഞായറാഴ്ച ഇന്നലെ പോകാൻ കൂടിയില്ല. ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ. കാറ്റ് പോകാനായിക്കണോ അറിയില്ല. അപ്പം ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അടുത്തുനിന്ന് ഒരാൾ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് 2 കുപ്പി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൽക്കും കൂടി അങ്ങോട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വന്ന് വാങ്ങിക്കോളും കരുതിക്കാണ്ട്. സ്ഥിരം കസ്റ്റമറാ. 200 കുപ്പിയൊക്കെ വാങ്ങിക്കാണ്ട് ഉപയോഗിച്ചിട്ട് നല്ലൊരു മാറ്റം ഉണ്ട് പറഞ്ഞാണ്ട് സ്ഥിരം വാങ്ങണം കേട്ടോ. ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ അയൽവക്കത്ത് തന്നെ കേട്ടോ. നമ്മളിവിടുന്ന് അയൽവക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് 6 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് കാണ്ടും ആവശ്യക്കാർ വാങ്ങലുണ്ട് നമ്മളടുത്ത് നിന്ന് എണ്ണ കേട്ടോ. അപ്പോൾ 500 2 കുപ്പി അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം ഒരു 200 ഈച്ച ഉപയോഗിച്ചിട്ട് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പം ഒരു 500 ഈച്ച 2 കുപ്പി എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഋതുവിൻ്റെ ചങ്ങായിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓല് 2 കുപ്പി കൊണ്ടുപോയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ് കേൾക്കുമ്പോൾ. ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കിയ എണ്ണ അല്ലേ. ഈ പ്രാവശ്യം എണ്ണക്ക് ചെറിയൊരു മണം കോണമൊക്കെ ഉണ്ടാവും കേട്ടോ. വേറൊരു മണമായിരിക്കും, കാരണം ഞാൻ അതിൽ വേറൊരു വിത്തും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ലേശം പാലിലൊക്കെ വെച്ച് കണ്ടേ 2-3 ദിവസം വെയിലൊന്നും കൊള്ളാൻ പാടില്ലല്ലോ. അതേപോലെ വെളിച്ചമൊന്നും കൊള്ളാൻ പാടില്ലല്ലോ. ബക്കറ്റിൽ നമ്മൾ തുള്ളി പാലിലെടുത്ത് വെക്കണമല്ലോ അത്. അപ്പോൾ ഒരു മൂലക്കൽ 2 ദിവസം കൊടുന്ന് വെച്ചിട്ട് നമ്മൾ 3-ാമത്തെ ദിവസം എടുത്തുകാണ്ട് നമ്മൾ ഇതിൽ ചേർക്കും കേട്ടോ, ഈ എണ്ണയിൽ ചേർക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നാണ്, അതും കൂടി ഈ പ്രാവശ്യം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് വിട്ട സ്മെല്ലാവില്ല ഈ പ്രാവശ്യം കേട്ടോ. നമ്മളൊരു പെർഫ്യൂമും കെമിക്കലും ഉപയോഗിക്കണില്ല. അത് നിങ്ങൾക്ക് അറിയണതാണ്, സ്ഥിരം വാങ്ങണവർക്കൊക്കെ മനസ്സിലാവണതാണ് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിക്കണതാണ്. 2 വയസ്സായ കുട്ടികൾ മുതൽച്ച് ഉപയോഗിച്ച് വരുന്നതാണ് കേട്ടോ. മിന്നുമ്മാൻ്റെ തലമുടിയൊക്കെ നോക്കിയാൽ കാട് പോലെ വളർന്നിക്കണം, വെട്ടാനയക്കണം കേട്ടോ. ഈ എണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. കാക്കും കുട്ടികളൊക്കെ. എൻ്റെ മുടി പിന്നെ ഞങ്ങൾക്ക് കാടി തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എടുപിടാ പരിപാടികളുണ്ട്. ഉമ്മാനെ കുളിപ്പിച്ചാണ്ട് അടുക്കള പണിയുണ്ട്. ഇന്ന് കുട്ടികളെ കാക്കുഞ്ഞിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകട്ടോ. ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കാക്കു ഓടും കേട്ടോ. പിന്നെ അടിച്ചു വരാൻ, തുടക്കാൻ, ഈ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിലൊന്ന് ഡോക്ടർ അടുത്ത് പോകണം കേട്ടോ. 2-3 ദിവസമായി നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പൊറുതിയാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചു നോക്കണം. എന്താണെന്ന് പറയാൻ പറ്റൂലല്ലോ നമുക്കല്ലേ. അപ്പം ഇന്നലെ ഏതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് പോയതില്ല. ഇന്നിപ്പോൾ എന്തായാലും പോയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ. എന്തുണ്ടെങ്കിലും നിങ്ങളെ ഞാൻ അറിയിക്കണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണതൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞാണ്ട് കാക്കൂന് പോകാണ്ട് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്കൊക്കെ ഒന്നാണ് മണ്ടാൻ. അപ്പോൾ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇജാതി വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മക്കളെ. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ എണ്ണ മാത്രം പാക്ക് ചെയ്യണ പരിപാടിയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ അടിയിൽ തേങ്ങ ഇടാനും ഒരാൾ വന്നിക്കണം കേട്ടോ. പിന്നെ തേങ്ങ ഇട്ടുകാണ്ട് പോയി മുറ്റടിച്ചു വരിയിട്ടില്ല മക്കളെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ. അപ്പോൾ ആ തേങ്ങ കുട്ടികൾ പൊറുക്കിക്കാണ്ട് ഔത്ത് കൊണ്ടുപോയിടും. കല്ലും മണ്ണും എലിയും ഒക്കെ കൊണ്ടുപോയിടും കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നന്നാക്കാനുണ്ട് കേട്ടോ. കാക്കു പോയിട്ട് വേണം ഇതൊക്കെ നന്നാക്കാൻ എഴുതിക്കാണ്ട്. അപ്പോൾ തേങ്ങ പോലെ ഇട്ടുകാണ്ട് പോലെ പോയിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഞാൻ ഉള്ളിൽ പൊറുക്കാനുണ്ട്. പിന്നെ വീഡിയോ അവിടുന്നും ഇവിടുന്നൊക്കെ എടുക്കണോണ്ട് അങ്ങോട്ട് തെളിഞ്ഞു കാണുന്നുണ്ടാവില്ല കേട്ടോ. അതാണ് 200 കുപ്പി. അധികം ആളും ചോദിച്ചാലുണ്ട് 200 കുപ്പി എത്ര ഉണ്ടാവും താത്താന്ന്. ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ മാത്രം ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുമല്ലേ അറിയാനും വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 500 കുപ്പിയൊക്കെ വാങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങണവരോടൊക്കെ ഞാൻ പറയല കേട്ടോ. ചെറിയൊരു കുപ്പി വാങ്ങി ഉപയോഗിച്ച് നോക്കി, നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ 500 വാങ്ങിയാൽ മതി എന്ന് പറയല കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ പറ്റിക്കോണമെന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ. ഫസ്റ്റ് എണ്ണ ഉപയോഗിക്കണവരാണ് എന്നുണ്ടെങ്കിൽ ഈ നീരിറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ ആളുകൾ ഈ എണ്ണയൊന്നും തീരെ തൊടാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ
ആദ്യം 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, അങ്ങനെ 15 മിനിറ്റ് ആക്കുക. അവർ കുഴപ്പമില്ലാത്തോലാണെന്നുണ്ടെങ്കിൽ താരനും മുടി വളരാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് തേച്ച് കുളിക്കാട്ടോ നമുക്ക്. അപ്പോൾ ഇതൊക്കെ കാട്ടി കൂട്ടിക്കാണ്ട് കാക്കൂനാണ് പറഞ്ഞേക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടി കാക്കു പോകുമ്പോഴത്തേന് അടിച്ചോരും കൂടിയും ചെയ്യട്ടെ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ മക്കളെ, അപ്പം ആരെങ്കിലും കയറി വരും. അതാകെ വൃത്തിയേടായി കിടക്കണീൻ്റെ ഇടയിൽ കൂടാണ് കയറി വരുന്ന കേട്ടോ. അത് ചൂരലാട്ടോ. ചൂരലൊന്നും ഇവിടെ വാങ്ങി വെക്കണതാണ് കാക്കൂട്ടോ. അപ്പോൾ വടി ആയിരിക്കാന്നായിരിക്കൂലേ, ചെറുത് മുതൽ വലുത് വരെ ഉപയോഗിക്കാമല്ല കേട്ടോ, വലിയ ഋതുവിനെ വരെ. അപ്പോൾ പറഞ്ഞ കേക്കാക്ക് പിന്നെ വികൃതി കാട്ടുക. ക്ഷേമോള് ഋതുവും കണ്ടാ തല്ലൂടിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ മണ്ടിക്കാണ്ട് കാക്കു പാത്തക്കണാണ് കേട്ടോ. അപ്പോൾ ആ വടി അവിടെ തൂക്കിയിടണോണ്ടേ വല്ലാതെ ആരും വികൃതിക്കൊന്നും നിൽക്കൂല, പറഞ്ഞ കേക്കാക്കാനും നിൽക്കൂല കേട്ടോ. എന്താ മക്കളെ, 4-5 മണി ആയി കഴിഞ്ഞാൽ ഇവലൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്താണ് നേരം വെളുക്കോളം പൂരപ്പാട്ട് എന്നോ. അപ്പോൾ ഉറങ്ങൂല, നിലയും വിളിയും ഒച്ചയും പുളിയൊക്കെ തന്നെയായിരിക്കും നമ്മളെ പേരൻ്റെ ഉള്ളിൽ കേട്ടോ. ഉറക്കമൊന്നും ആർക്കും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നേരം വെളുക്കോളം എണ്ണയും പെണ്ണും പാക്ക് ചെയ്യണ പണി തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ. ഇനി പെട്ടെന്ന് ഇവിടെയൊക്കെ ഒന്നും അടിച്ചു വരട്ടെ കേട്ടോ. കാക്കു പോകാൻ നിൽക്കുകയാണ്. രാവിലെ കുട്ടികളെയൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇതിന് ഇരിക്കുക കേട്ടോ. അപ്പോൾ ചോറൊക്കെ രാവിലെ നമ്മൾ ഷെയ്മോള് പോകുമ്പോഴത്തേനാവുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് കൊറിയർ കാര്യങ്ങളൊക്കെ ഇവർ പോയി കഴിഞ്ഞാൽ അതിനും കുത്തിർക്കും. അപ്പോൾ കൊറിയറും കൊണ്ട് കാക്കു പോണ തിരക്കിൽ ഇവർ രണ്ടാളും നൊലോളിച്ചാണ് കേട്ടോ. പൊന്നാണ് ഭയങ്കര നൊലോളി. കാക്കു പോണ കണ്ട അപ്പം കരി കേട്ടോ. വാതിൽ അടച്ചുകാണ്ട് ഞാൻ കുറ്റിയിടലാണ് കാക്കു പോയി കഴിഞ്ഞാട്ടോ. പിന്നെ ഞാനും ഉമ്മയും കുട്ടികളും അങ്ങനെ കഴിച്ചും. കുട്ടികളെ കുളിപ്പിച്ച് കൊടുക്കലും ഉമ്മാനെ കുളിപ്പിച്ച് കൊടുക്കലും അതിൻ്റെ ഉള്ളിലിട്ട് കാണ്ട് തന്നെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ കാക്കോടന്ന് വിളിച്ച് പറയുന്നുണ്ട് ഗേറ്റ് അടക്ക് എന്ന് പറയുന്നുണ്ട്. അല്ലാന്നുണ്ട് ഈ അടുക്കള ഭാഗമൊക്കെ നമ്മൾ എപ്പോഴേലൊക്കെ തുറന്നിടുമ്പോഴേ അതിൽക്കൂടെയൊക്കെയാണ് മണ്ടു. അപ്പോൾ കാക്കു പോയ പാടെ തന്നെ ഗേറ്റ് ഉന്തിത്തള്ളി നീക്കൂട്ടോ. അതൊരു പണി തന്നെയാണ് മക്കളെ. കല്ലോ മണ്ണോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ വലിച്ചാൽ കിട്ടൂല. അത് തുറക്കും അടക്കും ഒരു പണി തന്നെയാണ് കേട്ടോ. അത് മുഴുവനും അടച്ചിടാൻ ഞാൻ മിന്നും പൊന്നും ഇറങ്ങിപ്പോവും. പിന്നെ എന്താണെന്നോ അവിടെ ഒരു കയറ്റാണ്. ഇവലുണ്ട് ഇറങ്ങുന്ന അടിയിൽ മുകളിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് വന്നാൽ ഓലെ പറയാൻ പറ്റൂലല്ലോ. ഓലിപ്പോൾ വണ്ടി ആ റോട്ടിൽ കൂടെ ഇറക്കണല്ലേ. നമ്മളെ കുട്ടികൾ പോയണീന് നമ്മൾ ശ്രദ്ധിക്കുക, ഗേറ്റ് അടക്കുക എന്നല്ലാതെ എന്താ ഇപ്പോൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ അടച്ചിടുകയാണ് കേട്ടോ. ഒന്നൊരു സമാധാനമാണല്ലോ കരുതിക്കാണ്ട്. ഇനി ആ സ്റ്റിക്കൊക്കെ എടുത്തുകൊണ്ട് അടുക്കളയ്ക്ക് കൊണ്ടുപോയി വെക്കട്ടെ. അവിടുത്തെ പരിപാടികളും ഉമ്മനെ കുളിപ്പിച്ചണവും ബേബികളെ കുളിപ്പിച്ചണവും ഒക്കെ ഒന്നാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാക്കണ് പൊന്നുമ്മയാണ് ഭയങ്കര കരച്ചിൽ കേട്ടോ. പൊന്നുമാനെ രാവിലെ കാക്കുപോയി ഉമ്മമാരുടെ അടുത്ത് ഒക്കെ കൊണ്ടുപോയി നീ തോന്നണു. അതാണ് ആ തുണിയും കുപ്പായൊക്കെ ഇട്ടുകാണ് നിലയും വിളിയും കൂടുന്നത് കേട്ടോ. പിന്നെ വണ്ടി എടുക്കുമ്പോൾ തന്നെ നില ഒളിച്ചു. അപ്പോൾ ആ പോയ പോക്കിൽ കാക്കു നെജ്ജപ്പൊക്കെ കൊടുന്നു കൊടുത്തിക്കണം കേട്ടോ. ഓൽക്ക് രണ്ടാക്കും കാക്കു എടുക്കലും പോകുമ്പോൾ അങ്ങനെ നുറുക്കോ നെജ്ജപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുന്നു കൊടുക്കൂട്ടോ. എന്നാൽ പിന്നെ അതും തിന്നുകാണ്ട് അങ്ങനെ ഇരിക്കുമല്ലോ എത്തിക്കാണ്ട്. അടിച്ചുകാണ്ട് മുഴുവനായില്ല മക്കളെ. അപ്പോത്തിന് കാക്കു വേഗം പോയിട്ടോ. ഇനി അടുക്കളയ്ക്ക് ഞാൻ തിരിയട്ടെ. ഇതൊക്കെയാണ് അടുക്കളയിലത്തെ വിശേഷങ്ങൾ കേട്ടോ. തിരുമ്പാനൊരു മൂലൊക്കെ നിറഞ്ഞു കൂടിക്കുണ്ട്. മെഷീന് കംപ്ലൈൻ്റ് ആയിട്ട് 2-4 ദിവസമായിട്ട് 2 ദിവസമായിട്ട് കല്ലുമ്പോൾ തിരുമ്പൽ തന്നെയാണ്. പൂച്ച അവിടെ നിന്ന് നൊലോളിച്ചുണ്ട്. ആ പാത്രങ്ങളൊക്കെ കേൾക്കട്ടെ. രാവിലത്തെ പാത്രമാണ് കിടക്കുന്നത് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞാൽ കൊറിയർ വിടാഞ്ഞാൽ പിന്നെ 12:30 ആകുമ്പോഴത്തേന് പിന്നെ പോസ്റ്റ് ഓഫീസിൽ എടുക്കൂല. അപ്പോൾ ഈ പ്രാവശ്യം തേങ്ങ തിരി കമ്മിയാണ്. തേങ്ങ ആക്കണ് 10 രൂപ തേങ്ങയൊക്കെ കിട്ടിയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 33 തേങ്ങയൊക്കെ കിട്ടിയിരിക്കണില്ലേ. അപ്പം ഞാൻ ഇട്ടിട്ട് ഞാൻ വന്ന് നോക്കിയിട്ടില്ല കേട്ടോ. 2 പച്ചമടൽ ഇടുകൊണ്ടിന്ന് പറഞ്ഞിന് ഞാൻ ഈർക്കിളി ഉണ്ടാക്കാനും വേണ്ടി ചൂലേ. അപ്പോൾ അതാക്കണ മെഷീൻ. അപ്പോൾ മെഷീൻ വർക്ക് ചെയ്യണില്ല. 2 ദിവസം കാക്കു മെനക്കെട്ട് നോക്കിക്കണം കേട്ടോ. ഞാൻ ആരെയിലൊക്കെ കൂടുന്നു നോക്കിച്ചണം. ജാമ്പുവിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അതാക്കണം അതിൻ്റെ വയറും വള്ളിയൊക്കെ കാക്കു തന്നെയാണ് കുടുക്കലും താലൊക്കെ കേട്ടോ. 2 ദിവസമായിട്ട് വർക്ക് ചെയ്യായിട്ട് ഭയങ്കര ഗതിയാണ്. ഇനി അടുത്ത പണി തിരുമ്പാനൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അതൊക്കെ വള്ളിയും വയറൊക്കെ കാക്കു റെഡിയാക്കണതാണ് കേട്ടോ. അപ്പോൾ ശരിയാണില്ല പറയുന്നുണ്ട്. തിരുമ്പാനൊരു മൂലക്കലുണ്ട്. ഇനി ഇതൊക്കെ തിരുമ്പുമാണ് കേട്ടോ. തിരുമ്പാഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ നല്ലൊരു വെയിലുണ്ട്. ഇന്ന് തിരുമ്പിയിട്ടില്ലെങ്കിൽ നാളൊക്കെ കോലിട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. സ്കൂൾ പോണ കുട്ടികളല്ലേ. അപ്പോൾ അതാക്കണ് അകൊക്കെ കണ്ടുകാണ്ട് അന്തം വിടണ്ട കേട്ടോ. അതൊക്കെ തുടച്ച് നന്നാക്കും. 2 ഭാഗം കുറ്റി ഇട്ടിക്കണ് കാക്കു ഇവിടെ എല്ലാം. ഇനി സ്റ്റിക്കൊക്കെ വെച്ചുകാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ടാണ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി മീൻ കൊടുന്ന് വെച്ചിക്കണ് കാക്കു കേട്ടോ. നമ്മളെ ചുമ്മാനെ സ്കൂൾക്ക് പറഞ്ഞേക്കണ അടിയിൽ ഇനിയും ഒന്ന് പോയിക്കണം കേട്ടോ. ആണ്ടിൽ ഒരിക്കൽ സ്കൂൾക്ക് പോകണം. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം കുറേ സ്റ്റിക്ക് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും. ഇതൊരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ് മക്കളെ. അപ്പം എന്നാലും ലോങ് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് വല്ലാതെ വ്യൂവും കാര്യങ്ങളൊന്നും നമുക്ക് കയറിയിട്ടില്ല. അപ്പം ഋഷാമൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തോളി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരും ഒക്കെ ഉണ്ടല്ലോ ഒന്നും ലൈക്ക് ചെയ്യോണ്ടിട്ടോ. ലൈക്ക് ചെയ്ത് കാണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കോണ്ടി. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ടേ അതാണ് മൂടിയൊക്കെ
ആയിക്കോട്ടെ പുളിവെള്ളം ലേസം വെള്ളത്തിൽ ഇട്ടച്ചിക്കണം കേട്ടോ. പല രീതിയിലൊക്കെ മീൻകറി ഉണ്ടാക്കും, അന്തം വിട്ട് നോക്കിക്കണ്ട. അപ്പം എല്ലോണ്ട് അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടിക്കാണ്ടൊക്കെ ഉണ്ടാക്കും. എല്ലാം നോക്കി കുത്തർന്നാൽ പിന്നെ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കലുണ്ടാവില്ല അരുതികാണ്ട്. അപ്പോൾ അതാകണം മീനൊന്ന് നന്നാക്കട്ടെ. അയില കുട്ടികളാണ് കേട്ടോ, നല്ല ചെറിയ ചെറിയ അയില കുട്ടികൾ, ഇച്ചിരി കേട നിൽക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ വാലും തലയും അങ്ങോട്ട് വാരി എടുത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അയില കുട്ടികളെ പൊരിച്ചാൽ നല്ല രസം ഉണ്ടാവും. പൊരിച്ചാനൊന്നും ഇപ്പോൾ ഇവിടെ ഒഴിവില്ല നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ രണ്ടാളി രണ്ട് സ്ഥാനത്താണ് ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. മിന്നുമാൻ അവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്, പൊന്നുമാൻ അങ്ങോട്ട് വിട്ടും ചെയ്തിരിക്കണം കേട്ടോ. അതെന്താണെന്നോ രണ്ടാളും തല്ലുവിടും അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതി കാട്ടും. രണ്ടാളും ഭയങ്കര വികൃതിയാണ്. ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇന്നലെ 2 മിനിറ്റ് വീഡിയോസ് ഇട്ടിരുന്നു അല്ലേ? ആ ജനാൽമ തൂങ്ങണ 12:30 1 മണിയൊക്കെ ആയിക്കണം കേട്ടോ. ഇവരൊക്കെ ഉറങ്ങിയാലും ഓലും ഉറങ്ങൂല, എത്ര ഉറക്കാൻ ശ്രമിച്ചാലും ഓലും ഉറങ്ങൂല. പിന്നെ ഓല് കണ്ണും പാതെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കരണ്ടുമ്മലും എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കും കേട്ടോ. നമ്മളൊന്നും കണ്ണും പോകുമ്പോഴത്തേനെ നമുക്ക് പെട്ടെന്ന് മണ്ടി ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആയിരിക്കും. ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആരംഭം ഇങ്ങനെ കുഞ്ഞുമണികളൊക്കെ എല്ലോണ്ടേ. അപ്പോൾ പുളിവെള്ളം ലേസം പിഴിഞ്ഞുകാണ്ട് ആ പുളിയും കൂരൊക്കെ മാറ്റിക്കാണ്ട് ഞാനാണ് കൊടുത്തു കേട്ടോ. എന്നാൽ ഞാൻ അത് തിന്നുകാണ്ട് കുത്തർന്നോളും കരുതിക്കാണ്ട്. രണ്ടാളും ഞാൻ ഒപ്പം ഇരുത്തലില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര വികൃതിയാണ്. രണ്ടാളും കാണുന്നോളം കാട്ടും, കടിച്ചും ചെയ്യും. പൊന്നുമ്മാൻ്റെ കൈമലൊക്കെ മിന്നുമ്മാൻ്റെ പല്ലിൻ്റെ സെറ്റിൻ്റെ അടയാളമാണ് കേട്ടോ. ഞാൻ പറയാം അളവെടുത്താണ് കാര്യം. എന്നാൽ പൊന്നുമ്മ അങ്ങനെ കടിച്ചൊന്നുമില്ല കേട്ടോ. മിന്നുമ്മയാണ് വല്ലാതെ കടിച്ചും ഉന്തും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തും. അപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കലാണ് വേഗം. രണ്ടാളും വേറെ വേറെ ഇരുത്തും. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും കൂടി കൂട്ടം കൂടുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഒപ്പിച്ചു. അപ്പോൾ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. മിന്നുമ്മ ഇപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുള്ളൂ കേട്ടോ. കുറേ നേരം ഉറങ്ങിയാണ്. പൊന്നുമ്മ രാവിലെ നീച്ചിക്കണ്. പൊന്നുമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണുണ്ട്. ഓളെന്നാണ് ഉറക്കട്ടെ കുളിപ്പിച്ച് കാണ്ടി എഴുതികാണ്ടി. അപ്പം അമ്മമാനെ രാവിലെ ആ സോഫയിൽ കൊണ്ടുപോയി കുത്തിച്ചാരി വെച്ചതാണ് കേട്ടോ. അപ്പം ഞമ്മാക്ക് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയോ ചോറൊക്കെ കൊടുക്കട്ടെ, രാവിലെ അപ്പൊക്കെ കൊടുത്തുകാണ്ട് ഇരുത്തിയതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം മാനെ ഒന്ന് കുളിപ്പിച്ച് കാണ്ട് സുന്ദരിയാക്കാൻ കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഉമ്മാക്ക് തീരെ വെച്ചിട്ടോ, തീരെ നടക്കണില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നടക്കണം. മറ്റമ്മ കുറച്ചൊക്കെ നടന്നീന്. പിന്നെ ആ വടീൻ്റെ സപ്പോർട്ടും ബാക്കിൽ ആരെങ്കിലുമൊക്കെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിക്ക് തലടിച്ച് പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചൊക്കെ അമ്മാൻ്റെ കാര്യം നോക്കിയിരുന്നു. ഇപ്പം അമ്മക്ക് തീരെ വെച്ചിട്ടോ, തീരെ നടക്കാൻ വയ്യ. നമ്മളിങ്ങനെ ബാക്കിൽ കൂടെ പിടിച്ചുകാണ്ട് നടക്കണം, കൊണ്ടേക്കാണ്ട് കുളിപ്പിച്ച് കൊടുക്കലും ഒക്കെ കാട്ടി കൊടുക്കണം. അപ്പോൾ ഒരു ബേജാറാണ് എനിക്ക് കേട്ടോ. കുറേ നേരമായില്ല അമ്മ ഇരിക്കണ എഴുതിക്കാണ്ട് ചൂടുള്ള ലേസം വെച്ചുകാണ്ട് ഉമ്മാനാണ് ഫസ്റ്റാണ് കുളിപ്പിച്ചട്ടെ. എന്നാണ് കഞ്ഞി കൊടുക്കാനും നിസ്കരിപ്പിച്ചാനൊക്കെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ബേബിയാളും ഞാനും മുറിയേക്കാണ് കയറും. എന്നിട്ട് 3 ആളും കൂടി കുളിച്ചിട്ടാണ് ഇറങ്ങുക കേട്ടോ. അപ്പോൾ അതിന് കാക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ പുളിൻ്റെ ആ ഒരു ഇതിന് തല്ലൂടുകയാണ് കേട്ടോ. രണ്ടാളും നല്ല തല്ലൂടലാണ്. അപ്പോൾ കഴിച്ചിട്ട പോലെയൊക്കെയാണ് വീഡിയോസ് എടുത്തുക്കണം കേട്ടോ. കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഇളക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടാൾക്കും കൂടിയും കൊടുത്തതാണ് ലേസീച്ചെടുത്തുകാണ്ട്. മിന്നുമ്മക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. വാണ്ടാറിഞ്ഞുകാണ്ട് അങ്ങോട്ട് തട്ടിയിട്ടു മിന്നുമ്മ. അതങ്ങനെ തന്നെ ഒരാൾക്ക് കൊടുത്ത സാധനം രണ്ടാൾക്കും കൂടി ഒരുമിച്ച് കൊടുത്താൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ മറന്നിക്കണ്. രണ്ടാൾക്കും കൂടി ഓരോ ഇരണ്ടീച്ച പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ഒരു രണ്ടാളും കൂടി തിന്നോളും കരുതിക്കാണ്ട്. അപ്പോൾ ഭയങ്കര ദേഷ്യമായിക്കണ്. ഞമ്മമാനെ കൊണ്ടേക്കാണ്ട് കുളിപ്പിച്ചൊക്കെ ചെയ്യട്ടെ. കുളിപ്പിച്ച് വരുമ്പോഴത്തേന് എന്താ പരിപാടി ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ പരക്കം പാഞ്ഞ് വന്ന് നോക്കൂട്ടോ. ഇവർ കരണ്ട് മേലെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കൊടുത്തുകാണ്ടാണ് പോരുക കേട്ടോ. അപ്പം അമ്മാനെ കുളിപ്പിച്ച് പൗതി ആയപ്പോഴാണ് ഓർമ്മ വന്നു ക്യാമറ ഞാൻ ഓഫാക്കിയിട്ടില്ല എന്ന്. ആ ഫോണിൻ്റെ പരിപ്പ് എടുക്കും കരുതിയാണ് മണ്ടി വന്ന് നോക്കിയതാട്ടോ മക്കളെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇപ്പം നിന്നിട്ട് കാര്യമല്ല, ക്യാമറയൊക്കെ ഓഫാക്കിയാണ്ടേ മക്കളൊക്കെ ഒരു ഭാഗത്ത് നിർത്തിക്കാണ്ട് ഉമ്മാനെ കുളിപ്പിച്ച് കയറ്റട്ടെ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.